ഞാൻ ഇന്ന് പോണത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പേരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ദുബായിൽ നിന്ന് വന്ന പിറ്റേ ദിവസം മുതൽ ഇവരെ കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഇടുന്നുണ്ടെങ്കിലും ഫൈനലി ഇന്നാണ് അതിന് പറ്റിയത്. വന്ന പാടെ ജ്യൂസ് കുടിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. മാമനും ബാദ്യം എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ജ്യൂസ് കുടിച്ചിട്ട് അവർ നേരെ പോയി. ഗൈസ്, മീറ്റ് മൈ നിഷി ചേച്ചി. ഞാൻ സ്നേഹത്തോടെ ചേച്ചി എന്നാണ് വിളിക്കുക. ചേച്ചി വരുമ്പോൾ തന്നെ കുറേ കവർ നിറയെ മാംഗോസ്റ്റീനും റംബൂട്ടാനും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് റംബൂട്ടാൻ എന്ന് വെച്ചാൽ ജീവനാണ്. ഇതുകൂടെ കണ്ടപ്പോൾ എൻ്റെ റിലേ ഫുള്ളും പോയി. റോസിന്റെ മാംഗോസ്റ്റീൻ്റെ എവിടെ? ഈ കണ്ടതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ എൻ്റെ സ്പെഷ്യൽ ആൾക്കാർ. ഇതിലൊരു സ്പെഷ്യൽ വൺ ഇപ്പോൾ മിസ്സിംഗ് ആണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ കൂടെ ജോയിൻ ആവും. ഇവരെയൊക്കെ എങ്ങനെയാ പരിചയം എന്ന് ചോദിച്ചാൽ ഇവരെൻ്റെ ഫ്രണ്ട്സാണ്. ഒരുമിച്ചിരുന്ന് പഠിച്ചാൽ മാത്രമേ ഫ്രണ്ട്സ് ആവുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. ഇവരെൻ്റെ ജിമ്മിലെ ഫ്രണ്ട്സാണ്. വർക്കൗട്ട് ചെയ്യാൻ പോയി പതിയെ ഞങ്ങൾ ഭയങ്കര ബോണ്ടായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഫോം ചെയ്തൊരു റിലേഷനാണ് ഞങ്ങളെല്ലാവരും തമ്മിൽ. കേക്ക് വാങ്ങിയിട്ട് ചേച്ചി ഫസ്റ്റ് തന്നെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വായിലാണ് വെച്ചിരുന്നത്. ഞാനിവരെ കൂട്ടത്തിൽ ചെറുതായതിനെ കൊണ്ട് തന്നെ എല്ലാ പരിഗണനകളും എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. മിസ്സിംഗ് ആയ ഫെബിത്താന് വെയിറ്റ് ചെയ്ത് വെറുതെ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്തു. ജ്യൂസ് കുടിച്ച് കഴിയുമ്പോഴത്തേനും ഫെബിത്ത് എത്തി. ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് മന്തി ഓർഡർ ചെയ്യാൻ പോയപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് ഉണ്ടായത്. ഞങ്ങളെ കണ്ട മാത്രയിൽ അവരൊരു ചോദ്യം. ഞങ്ങൾ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെയും കൂടി അതിൽ ഇൻക്ലൂഡ് ആക്കട്ടെ ചോദിച്ചു. പിന്നെ അവർ റിക്വസ്റ്റ് ചെയ്തതല്ലേ. ആദ്യം സ്വല്പം ജാടയൊക്കെ ഇട്ടിട്ടാണെങ്കിലും പിന്നീട് ഞങ്ങൾ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. എന്താ ചെയ്യുക, എല്ലാവർക്കും ഞങ്ങളെ മതി. പ്രമോഷൻ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ 5 പേരാണ്. ഞാൻ, ഫെബിത്ത, അനു, റോസ്, ചേച്ചി. പൃഥ്വിരാജ് അൻവർ മൂവിയിൽ പറഞ്ഞ പോലാണ് എൻ്റെ കാര്യം. ഇവരാരാന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടോ പരിചയമോ ഒന്നുമില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഇവരെ കാണുന്നത് തന്നെ ജിമ്മിൽ പോയതിൻ്റെ ശേഷമാണ്. അതിനു മുമ്പ് ഒരു പരിചയം പോലും ഇല്ല. ഫസ്റ്റ് ടൈം ഞാൻ ഈ ജിമ്മിൽ പോയ സമയത്ത് എനിക്ക് അറിയണ ആരും അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കേനു. ഡെയിലി പോവും, വർക്കൗട്ട് ചെയ്യും, വീട്ടിൽ വരും. ദാറ്റ്സ് ഗ്രൂപ്പ് സെക്ഷൻ്റെ സമയത്താണ് ഞാൻ ഇവരായിട്ട് ഇന്ററാക്ട് ചെയ്യണത്. പിന്നെ അതിങ്ങനെ വളർന്ന് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. പിന്നീട് അങ്ങോട്ട് ജിമ്മിലേക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുക. അപ്പം ഭയങ്കര രസമാണ്. ഒരാൾ ട്രോളി, മറ്റാളെ കളിയാക്കി, തമാശ പറഞ്ഞ് നമ്മൾ മൈൻഡ് തന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് മാറും. വർക്കൗട്ട് ചെയ്യണ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഫുള്ള് കള്ളത്തരാണ്, ഫുള്ളി കള്ളക്കളിയാണ്. ഇപ്പോൾ കോച്ച് നല്ല ഹാർഡായിട്ടുള്ള വർക്കൗട്ടെല്ലാം തരുമ്പോൾ 3 സെറ്റ് ചെയ്യാൻ പറയും. ഞാൻ 2 സെറ്റ് ചെയ്തിട്ട് 1 സെറ്റ് ചെയ്യൂല. എന്നിട്ട് കോച്ചിനോട് പറയും ഞാൻ ഫുള്ളി ചെയ്തു എന്ന് പറയും. ബട്ട് ഇവരിൽ ഞാൻ കണ്ട ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവർ നല്ലോണം എൻകറേജ് ചെയ്യും, ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യാത്ത വർക്കൗട്ട് പോലും എന്നെ കൊണ്ട് ഇവർ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് നേരെ മറിച്ച് ഇവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പറയും മതി, ബാക്കി നമുക്ക് നാളെ ചെയ്യാം. ഈ കുട്ടിക്ക് അൻഷോടെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ലേ? എന്താ റോസെ, ക്ഷീണിച്ചോ? എന്താ കയ്യിലെന്തോ കാണാം. ഞാൻ ദുബായിൽ പോയ സമയത്ത് എനിക്ക് ഇവരെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പോണ വരെ ഞാൻ ഇവരാ ഒരു ഗ്യാങ്ങിൽ ഫുൾ ടൈം ഉണ്ടായ ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇവരെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് അസൂയ കുശുമ്പുണ്ട്, അതിലുപരി ഭയങ്കര സങ്കടമാവും അത് കാണുമ്പോൾ. ഞങ്ങൾ എന്തിനാ വന്നതാ? ഞങ്ങൾ മോമോസ് കഴിക്കാൻ വന്നതാ. നല്ല സ്പൈസി മോമോസാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കൂട്ടത്തിലെ ഫെബിത്ത നല്ല ഷെഫാണ്. നല്ല വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഞങ്ങൾ ജിമ്മിലാവുന്ന സമയത്ത് ഉണ്ടാക്കി കൊണ്ടുതരാറുണ്ട്. ഇവരുടെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് നല്ല രസമുള്ള സംഭവമാണ്. ഇനിയിപ്പോൾ റിട്ടേൺ പോയാൽ ഇതെല്ലാം നല്ലോണം മിസ് ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.